വേണ്ടിയിട്ട് കുളക്കടയിലേക്ക്, അതായത് നീളാനമ്പേർ അക്കൗണ്ട് ഞാൻ കണ്ടിരുന്നു, കുളിക്കാൻ വേണ്ടിയിട്ട് കുളക്കടയിലേക്ക് പോകുന്നത്, അങ്ങനെ സാധനങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. 100% എപ്പോഴും വിഷമിക്കുകയാണ്. ഈ മാന്യനെ നിങ്ങൾക്ക് മനസ്സിലായ? അതായത് ഇവൻ്റെ കുടുംബം തകർന്നു, ഇവൻ്റെ ഭാര്യ ഡിവോഴ്സിലേക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ രേണു സുധീൻ്റെ കൂടെ അഭിനയിച്ചു എന്നാണ് പറയുന്നത്. രേണു സുധീൻ്റെ കൂടെ അഭിനയിച്ച് ദാസേട്ടൻ കോഴിക്കോടിൻ്റെ കുടുംബം തകർന്നു, ദാസേട്ടൻ കോഴിക്കോടിൻ്റെ ഭാര്യ ഡിവോഴ്സിന് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ ഉണ്ടായിട്ടും ഈ പഹയൻ എന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. അതായത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവൻ എന്താ പറയുന്നതെന്നറിയാം ഈ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിളാ നമ്പ്യാർ എന്ന് പറഞ്ഞൊരു ടീമുണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. ഐറ്റിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, അവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ അഭിനയിച്ചപ്പോഴേ അന്തസ് എന്നിട്ട് പറയുകയാണ് അവരെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു, എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ്. അപ്പോൾ അന്ന് കുടുംബത്തിനൊന്നും സംഭവിച്ചിട്ടില്ല, ഒരാൾ പോലും ഇയാളെ കുറ്റം പറഞ്ഞിട്ടില്ല. ഇന്ന് രേണു സുധീൻ്റെ കൂടെ അഭിനയിച്ചു, രേണു സുധീൻ്റെ കൂടെ ഇൻറ്റിമേറ്റ് രംഗത്തിൽ അഭിനയിച്ചു. ഏതായാലും രേണു സുധി തുണി അയച്ചിട്ടൊന്നും എവിടെയും ആടിയിട്ടില്ല, മനസ്സിലായ? രേണു സുധി ഇതുവരെ തുണി അയച്ചിട്ട് എവിടെയും ആടാനും പോയിട്ടില്ല, തുണി അയച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഇത് കേട്ടിട്ട് ഇപ്പോഴും ഇങ്ങനെ ആസ്വദിക്കലാ. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാൽ കേട്ടക്കട്ടെ എനിക്കും കുറച്ച് ആൾക്കാർ വരട്ടെ എന്നുള്ള തരത്തിൽ. അതായത് രേണു സുധി എന്ന ഒരു കുടുംബം തകർത്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ലോകം തെച്ചു അങ്ങ് എല്ലാവരും കൊട്ടിപ്പാടുക. അവിടെ എന്താ രേണു സുധി കാരണം ഒരു കുടുംബം തകർന്നു, എന്നിട്ട് എന്താ ഭയങ്കരമായിട്ട് അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ദാസേട്ടനോട് ചോദിക്കാനുള്ളത്, ഒരു വാക്ക് എൻ്റെ കുടുംബം തകർന്നിട്ടില്ല, എൻ്റെ ഭാര്യ എവിടെയും പോയിട്ടില്ല, അതെങ്കിലും പറയേണ്ട ഒരു മര്യാദ കാണിക്കണ്ടേ? അതുപോലും കാണിക്കുന്നില്ലല്ലോ. അത് വലിയ അന്തസ്സൊന്നും അല്ലല്ലോ. താങ്കൾ പോയിട്ട് നിളാ നമ്പ്യാരുടെ കൂടെ ആടിപ്പാടി ഡാൻസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടാണ്. നിളാ നമ്പ്യാർ എങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇൻസ്റ്റഗ്രാമിലായാലും എവിടെയായാലും പല സൈറ്റുകളിലും അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് നിങ്ങളെന്താ പറയുന്നത്, ഞാൻ നിളാ നമ്പ്യാരുടെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലായിരുന്നു, ഞാൻ ചില സമയത്തൊക്കെ അവർ കുളിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, ഇത് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, കുളിച്ച് കഴിഞ്ഞ് തുണി അയച്ചിട്ട് പൊന്തിച്ച് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ കാണാതെ നിങ്ങൾ പോയിട്ട് ഏതായാലും അഭിനയിച്ചു, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. കാരണം വെച്ചാൽ നിളാ നമ്പ്യാരുടെ അക്കൗണ്ടിൽ ഇപ്പം ആ ഒരു വീഡിയോയുമില്ല. അതും നിങ്ങൾ പറഞ്ഞിട്ട് തന്നെയായിരിക്കും മിക്കവാറും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആ വീഡിയോ കിട്ടുമെന്ന് പല സ്ഥലത്തും അന്വേഷിച്ചു നോക്കിയായിരുന്നു, എവിടെയും ഇല്ല. അവസാനം നിളാ നമ്പ്യാരോട് ചോദിച്ചാലോ എന്ന് തന്നെ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതേടിയാ പോയെന്ന് അറിയണമല്ലോ. പിന്നെയാണ് നിങ്ങളുടെ അഭിമുഖം കണ്ടത്. കാരണം നിങ്ങൾ ഇതിൻ്റെ അകത്ത് നാണം കെട്ടുപോയതും നിങ്ങൾക്ക് വലിയ ഒരു നാണക്കേടായി പോയതൊക്കെ പിന്നെയാണ് കണ്ടത്. അപ്പോഴാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ രേണു സുധിയെ, അതായത് രേണു സുധി ഇങ്ങനെ അഭിനയിച്ചു, രേണു സുധിയോടുകൂടി ഇങ്ങനെ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കുടുംബം നശിച്ചു എന്നൊക്കെ പറയുമ്പോൾ എത്ര ആൾക്കാർ ആ ഒരു സ്ത്രീനെ പ്രാകുന്നുണ്ട് എന്നറിയാം. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഒരു അഭിനേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ നാണിക്കേണ്ടതൊന്നുമില്ല. നിങ്ങളിനിയിപ്പോൾ നിളാ നമ്പ്യാരുടെ കൂടെ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ സിൽക്ക് സ്മിതേൻ്റെ കൂടെ അഭിനയിച്ചില്ലേ, എന്തിനധികം നമ്മളെ ഷക്കീല ചേച്ചിയുടെ കൂടെ മോഹൻലാൽ അഭിനയിച്ചില്ലേ, ജഗതി ശ്രീകുമാർ അഭിനയിച്ചില്ലേ, ഇവിടെയുള്ള മലയാളത്തിലെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഷക്കീലിൻ്റെ കൂടെ അഭിനയിച്ചില്ലേ. അപ്പോൾ അങ്ങനെ അവരങ്ങനെ മാറ്റി നിർത്തോളം വേണ്ട, അവരൊരു കാലത്ത് അങ്ങനെ അഭിനയിച്ചു എന്ന് കരുതിയിട്ട്. പക്ഷേ ഭയം ഉണ്ടെങ്കിൽ ഇമാതിരി പരിപാടിക്ക് നിൽക്കാനും പാടില്ല, അതെനിക്ക് പറയാനുള്ളൂ. ഇതൊരു അഭിനയമാണ്. ഇത് ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അഭിനയിക്കുന്നത്. അല്ലെങ്കിൽ ഇതിങ്ങനെയാണെന്ന് പറയാം. അല്ലാതെ എന്ന് പറഞ്ഞാൽ എനിക്ക് നാണക്കേടായിപ്പോയി. അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നാണക്കേടായിപ്പോയി. എനിക്ക് ഇവരെ പറ്റിയിട്ട് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. ഇവരുടെ കുളിസിയും വീഡിയോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളായിരുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് താങ്കൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്നു പോകുന്നതെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അഭിനയിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഇമ്മാതിരൂളത്തരം വന്ന് വിളിച്ച് പറയരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ മുതൽ രേണു സുധിക്ക് ഭയങ്കരമായിട്ടുള്ള പൊങ്കാലയാണ്. എന്തിനാണടി നീ ആ പാപം സ്ത്രീയുടെ ജീവിതം നശിപ്പിച്ചത്, എന്തിനാണടി ആ കുഞ്ഞുങ്ങളുടെ ജീവിതം നശിപ്പിച്ചത്? ഇതെന്താ ദാസേട്ടനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒന്ന് അഭിനയിക്കുമെന്ന് പറഞ്ഞതാ? അല്ല, അതാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോഴൊന്നുമല്ല. ഞാനൊരു കാര്യം പറയാം, ഇതൊക്കെ ഇവരുടെ ട്രിക്കാണ്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഇതൊരു വിവാദമാക്കി കഴിഞ്ഞാൽ ഇതെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ കാണും. ഇത് ഇവരെല്ലാവരും കൂടി ചേർന്നൊരുക്കുന്ന ഒരു നാടകമാണെന്ന് നമ്മുടെ പ്രേക്ഷകരായ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്, ചില ആൾക്കാർക്ക് ഇത് മനസ്സിലാകുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ രേണു സുധിയോടുള്ള അന്ധമായ വിരോധം കൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അവരെങ്ങനെ അഭിനയിച്ചാലും എങ്ങനെ ഇതായാലും ആർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷേ അന്ധമായിട്ടുള്ള വിരോധം കൊണ്ട് പലർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവർ റോഡിൽ വെച്ചിട്ട് ഒരു റീൽസ് ചെയ്യുമ്പോൾ ഒരാൾ വന്നിട്ട് പോടാന്നൊക്കെ പറയുന്ന ഒരു രംഗം. അത് നമ്മൾ വിചാരിച്ച എന്താ, നമ്മൾ പറഞ്ഞ എന്താ, രേണു സുധിയെ റീൽ ഷൂട്ടിങ്ങിനിടയിൽ നാട്ടുകാർ പഞ്ഞിക്കിട്ടു, നാട്ടുകാർ രേണുവിനെ ഓടിച്ചു. അപ്പോഴും ദാസേട്ടൻ്റെ പേരാരും പറയുന്നില്ല. രേണുവിനെ നാട്ടുകാരെല്ലാവരും ഓടിച്ചു, രേണുവിനെ മറ്റെല്ലാവരും കൂടി ഓടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് നമ്മളെല്ലാവരും ചർച്ച ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ അവിടെ നടന്നത് അവർ തമ്മിലുള്ള ഒരു ഇതാണ്.
അതായത് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ രേണുവിനെ നാളെ എല്ലാവരും ചീത്ത പറയുകയും ചെയ്യും, നാളെ നമുക്ക് കുറച്ച് ആൾക്കാരെ കിട്ടുകയും ചെയ്യും. അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഇപ്പോഴും ഈ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ, രേണുവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ രേണുവിനെ പഞ്ഞിക്കിടാൻ വരും. ഇതൊരു കൊട്ടേഷനാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് രേണുവിനെതിരെയുള്ള ഒരു കൊട്ടേഷനാണ്. എന്തായി കഴിഞ്ഞാലും അവരെ അങ്ങ് ജീവിക്കാൻ സമ്മതിക്കത്തില്ല, അവരെ ഞങ്ങളങ്ങ് തകർത്ത് കളയുമെന്ന് ചില ആൾക്കാർ ഇവിടെ ശപഥം ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ പുറകിലെന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ചില സ്ത്രീകൾ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. അറിഞ്ഞുകൊണ്ട് അവരെക്കെതിരെ മോശമായിട്ടുള്ള കമൻറ്റ് ചെയ്യുക, അതുപോലെ അറിഞ്ഞുകൊണ്ട് അവരെ മോശക്കാരിയാക്കാൻ ശ്രമിക്കുക. അങ്ങനെ സ്ത്രീകൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് രേണുസുതിയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു അവസരമാണ്. കാരണം എന്ന് വെച്ചാൽ ദാസേട്ടൻ്റെ കുടുംബം തകർത്തു, ഡിവോഴ്സായി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ മൈലേജ് കിട്ടും. കാരണം രേണു നശിപ്പിച്ചതൊരു കുടുംബമാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങൊരു ഇതാക്കാം. ഇനി എത്ര കുടുംബം ഇവൾ നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇതാക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. അതല്ലേ ഞാൻ പറയുന്നത്, ദാസേട്ടൻ കോഴിക്കോട് ഇത് ആദ്യമായിട്ടൊന്നല്ല റീൽസിൽ അഭിനയിക്കുന്നത്. അയാൾ പല റീൽസിലും അഭിനയിക്കലുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞാലും ഇപ്പോൾ അഭിനയിച്ച അയാളെ കൂടെ വരെ അഭിനയിക്കലുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത് വിവാദമാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അഹിയം ശ്രദ്ധിക്കാറുണ്ട്. അല്ലാതെ ഇയാളുടെ ഭാര്യക്കോ മക്കൾക്കോ ഇയാൾ അഭിനയിക്കുന്നതിനോട് യാതൊരു കുഴപ്പമില്ല. ഇയാളാണെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനുമാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടൊന്നും ഒഴിവായി പോകുന്നവളൊന്നും അല്ല ഇവരുടെ ഭാര്യ. എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഇതൊക്കെ കളിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഇത് ഇങ്ങനെയുള്ള റീൽസിനൊന്നും വിടൂലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നുമക്കൾ, ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നിക്ക് റീച്ചിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ രേണുസുതിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ ഒരു ആയുധം ഇട്ടുകൊടുക്കുന്നു. അവരത് ചർച്ച ചെയ്യുന്നു. അവരത് ചർച്ച ചെയ്തതിന് ശേഷം വീഡിയോ ഉണ്ടാക്കുന്നു. അങ്ങനെ പൊതുജനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് രേണു അങ്ങനെ ചെയ്തു, രേണു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഇത് അധികം കാണുകയും അവർക്ക് കുറച്ചധികം ഇതിൻ്റെ അകത്ത് നിന്ന് ഇൻകം ലഭിക്കുകയും ചെയ്യും. അതാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പം രേണുവിനെ കൊണ്ട് ഫേമസ് ആയവരാണ് ഇവരെല്ലാവരും. അല്ലാതെ രേണു ഇല്ലെങ്കിൽ ഇവരെ ആർക്കും അറിയില്ല. ചില ആൾക്കാരെല്ലാം നമ്മൾ അറിയാൻ തുടങ്ങിയതിന് രേണു വന്നതിന് ശേഷമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ രേണുവിൻ്റെ കൂടെ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ലാഭമല്ലാതെ ഒരു തരി നഷ്ടം പോലും ഉണ്ടായിട്ടില്ല. പലപ്പോഴും ഈ ദാസേട്ടൻ കോഴിക്കോട് എന്ന് തന്നെ പറഞ്ഞ് അയാൾ തന്നെ എന്ന് പറഞ്ഞാൽ 10 ആൾ അറിയാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നത് രേണുവിൻ്റെ റീലിൽ വന്നപ്പോൾ തന്നെയാണ്. അല്ലാതെ അപ്പോൾ തോന്നുന്നു ഇയാൾക്ക് അത്ര വലിയ ഇതൊന്നും ഇല്ല. ഏതായാലും അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. അതുകൊണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ, ഇതൊരു സത്യമുള്ളതാണെങ്കിൽ ദാസേട്ടൻ എന്ത് ചെയ്യണം, വന്നിട്ട് പറയണം ഇതൊരു അഭിനയം മാത്രമാണ്. അല്ലാതെ എൻ്റെ കുടുംബം ഒന്നും തകർന്നിട്ടില്ല, എൻ്റെ കുടുംബം അങ്ങനെ തകരുന്നതുമല്ല. അതുകൊണ്ട് രേണുവിനെ പഞ്ഞിക്കിടുന്ന പരിപാടി എങ്ങനെ നിർത്തണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നവുമില്ല. ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ രേണുവിന് തെറിവിളിയോട് തെറിവിളിയാണ്. പല ആൾക്കാരും വന്ന് പല അക്കൗണ്ടൊന്നും വന്ന് തെറി ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ഇവിടെ നിർത്താൻ വേണ്ടിയിട്ട് ദാസേട്ടൻ തന്നെ ഇടപെടണം. അല്ലാതെ ഒരു രക്ഷയില്ല. ദാസേട്ടനോട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പണ്ട് ഇടപെട്ടതാണല്ലോ ഇങ്ങനെയുള്ള കേസുകൾക്ക്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ പണ്ട് ഇടപെട്ടതുപോലെ തന്നെ ഇപ്പോഴും രേണുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഇടപെടണം. ഇത് ഉടായ്പാണെങ്കിൽ ഉടായ്പ് എന്ന് പറയണം, നല്ലതാണെങ്കിൽ നല്ലത് എന്ന് പറയണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തോട്ടാ, ഒന്ന് കയറി പോയിക്കോട്ടായിരുന്നു. നന്ദി, നമസ്കാരം. ഒന്നും പറയാനില്ല വേറെ.